കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നിപ്പോൾ ഡൽഹിയിൽ ആരംഭിക്കുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അവലോകനം പ്രധാന അജണ്ടയാണ്. കേന്ദ്ര കമ്മിറ്റിയുടെ പ്രധാന അജണ്ടയാണ്. കേരളത്തിൽ ഇത്തവണ നേരിട്ട വലിയ പരാജയത്തിന് പിന്നാലെ സംസ്ഥാനത്ത് അവലോകന യോഗം ചേർന്ന റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് തുടക്കമാകുമ്പോൾ പാർട്ടി സംസ്ഥാന ഘടകത്തിലെ ചേരിതിരിവും വിഭാഗീയതയും ചർച്ചയാകുമെന്ന് തന്നെയാണ് സൂചന. അതേസമയം വിഴിഞ്ഞത്തെ ചൊല്ലി CPM-ൽ പൊട്ടിത്തെറിയാണ്. പിണറായി വിജയന്റെയും MP ഗോവിന്ദന്റെയും നിലപാടിനെ തള്ളി കൂടുതൽ നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. വിഭാഗീയതയെ ചൊല്ലിയുള്ള മാധ്യമ വാർത്തകളോട് എന്തായാലും തൽക്കാലം പ്രതികരിക്കേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് സംസ്ഥാന നേതൃത്വം. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനും എബിയും ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് എബിയും ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനായി. ജിഷ്ണുവിലേക്കാണ് ആദ്യം. ജിഷ്ണു, ഈ പറഞ്ഞത് ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ CPM എന്ന പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ, ഒരുപക്ഷെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ, എന്തുകൊണ്ട് തോറ്റു എന്നതിൽ ഏറ്റവും താഴെ തട്ടിൽ നിന്നടക്കമുള്ള കമ്മിറ്റികളിൽ നിന്നടക്കമുള്ള അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ ഇതെല്ലാം ഏറ്റുവാങ്ങിയാണ് ഈ പറഞ്ഞതുപോലെ അവലോകനം പ്രത്യേക റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നത്. ഇതിപ്പോൾ കേന്ദ്ര കമ്മിറ്റി വളരെ വ്യക്തമായി തന്നെ പരിശോധിക്കും. ഒപ്പം പല പ്രധാനപ്പെട്ട വിഷയങ്ങളിലടക്കം പാർട്ടിക്കുള്ളിൽ ഉയർന്നു വരുന്ന ഈ വിഴിഞ്ഞം വിഷയത്തിലടക്കം ഉയർന്നു വരുന്ന ഭിന്നത, നേതൃനിര പിണറായി വിജയനും MP ഗോവിന്ദനും അടക്കമുള്ളവർക്കെതിരെ ഉയർന്നു വരുന്ന വിമതസ്വരം, ഇക്കാര്യങ്ങളെല്ലാം ഈ CCയിൽ ചർച്ചയാകില്ലേ? സ്വപ്ന ചൂണ്ടിക്കാട്ടിയതുപോലെ കേരളത്തിലേറ്റ തെരഞ്ഞെടുപ്പ് പരാജയം തന്നെയാണ് ഈ കേന്ദ്ര കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി വരിക. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും യോഗം ചേർന്നിരുന്നു. അതിനുശേഷമാണ് സംസ്ഥാന തലത്തിൽ അവലോകന യോഗങ്ങൾ ചേർന്നുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആ റിപ്പോർട്ട് നേരത്തെ ചേർന്ന പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ആരംഭിക്കുന്ന 3 ദിവസത്തെ CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഈ റിപ്പോർട്ട് ചർച്ച ചെയ്യും. പരാജയവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാരണങ്ങളുണ്ടായി എന്ന സംസ്ഥാനത്തിന്റെ വാദങ്ങൾ പരിശോധിക്കും. നേരത്തെയും കേന്ദ്ര കമ്മിറ്റിയിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ വിഷയങ്ങൾ ഇന്ന് വീണ്ടും കേന്ദ്ര കമ്മിറ്റിക്കുള്ളിൽ ചർച്ചയാകും. അതായത് സംസ്ഥാനത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചകൾ, ഒപ്പം നിലവിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ, അത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന വിമർശനങ്ങൾ, ഇക്കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്ര കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്യും. ഒപ്പം പോളിറ്റ് ബ്യൂറോ അന്തിമ രൂപം നൽകിയിട്ടുള്ള ഈ തെറ്റുതിരുത്തൽ രേഖ കൂടി ഇന്ന് ആരംഭിക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്യും. പരാജയത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ തെറ്റുതിരുത്തൽ രേഖ തയ്യാറാക്കിയിട്ടുള്ളത്. അക്കാര്യം കൂടി കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും. പക്ഷേ നേരത്തെ സ്വപ്ന പറഞ്ഞതുപോലെ പിണറായി വിജയനും MP ഗോവിന്ദനുമെതിരെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിറകെ പാർട്ടിക്കകത്തും ഒപ്പം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പോലും ഒരു മാറ്റം വേണം, പുതിയ നേതാക്കൾ നേതൃസ്ഥാനത്തേക്ക് എത്തണമെന്ന വലിയ അഭിപ്രായം ഉയർന്നിരുന്നെങ്കിൽ പോലും പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തുകയും MP ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നതിനെ കേന്ദ്ര കമ്മിറ്റിയുടെ തന്നെ ചില മുതിർന്ന അംഗങ്ങൾ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ഈ വിഷയങ്ങളും ഇന്ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. പാർട്ടിക്ക് വലിയ തിരിച്ചടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായി. അത് പാർട്ടി നേതൃത്വത്തിനുള്ള പാർട്ടി അണികൾ പാർട്ടിയെ പാഠം പഠിപ്പിച്ചതാണ് എന്നൊരു വിലയിരുത്തലിലേക്ക് പോലും കേന്ദ്ര കമ്മിറ്റിയും ഒപ്പം CPM-ന്റെ പാർട്ടിക്കേറ്റ തിരിച്ചടി അത് ഏത് രീതിയിൽ പാർട്ടി കൈകാര്യം ചെയ്യുന്നു എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പക്ഷേ അതിനുമപ്പുറം ഈ വിഷയങ്ങളെല്ലാം പാർട്ടിക്കുള്ളിൽ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യപ്പെടുന്നു, ഏത് രീതിയിൽ ഇതിനോടൊക്കെ പ്രതികരിക്കപ്പെടുന്നു എന്നതും ഈ ഒരു സമയത്ത് ശ്രദ്ധേയമാവുകയാണ്.